ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ് ചാനൽ. ഐഷാസ് ഫ്ലവേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഐഷ ഷംസ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണേ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തെരണ്ടി എന്ന മീനാണ് കേട്ടോ. അതിനാദ്യം തന്നെ അടുപ്പിൽ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിട്ട് നല്ലോണം പച്ചമണം മാറിയതിന് ശേഷം ചെറിയ ഉള്ളി 1 കിലോന് തെരണ്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ഒരു 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായത് അതായിരിക്കും അതിനകത്തേക്ക് വഴറ്റി. എന്നിട്ട് അത് നന്നായി വഴന്നതിന് ശേഷം മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട്, പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. ചില പിള്ളേർക്കൊക്കെ എരിവ് അധികം ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ടാണ്. നല്ല എരിവുള്ള കറിയാണ്, മുളക് പൊടിക്ക് എരിവുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നീട് നമുക്ക് വേണ്ട നമ്മുടെ എത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മഞ്ഞൾപ്പൊടി അത്ര ഇടട്ടോ. ഈ തെരണ്ടി മീനിനകത്ത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള മീനാണ് തെരണ്ടി. പണ്ട് കാലത്തൊക്കെ തെരണ്ടി പ്രസവശേഷമൊക്കെ നമുക്ക് തെരണ്ടി സ്രാവ് ഒക്കെ കഴിക്കാൻ തരില്ല. പക്ഷേ ഈ തെരണ്ടി മീൻ നന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഒരു തക്കാളി ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ 2 തക്കാളി എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചു കേട്ടോ. ഈ തക്കാളി കഷ്ണം ഇങ്ങനെ കാണണ്ടെന്ന് വെച്ചിട്ട്, എന്നിട്ട് പുളിവെള്ളം ഒഴിച്ച്, വാളൻ പുളിയാനിട്ടത്. ഇതിനകത്തേക്ക് ഞാൻ ഇതിട്ടിട്ടില്ല കേട്ടോ, എന്താണ് മറ്റേ കുടംപുളി ഇട്ടിട്ടില്ല. പക്ഷേ ഇതിനകത്തേക്ക് വാളൻപുളി ഇടുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും ഈ മീൻ കറിക്ക് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ മീൻ കറി വെച്ചിട്ട് കേട്ടോ. ഈ മീൻ കറിക്ക് എന്നിട്ട് നമ്മൾ നല്ലോണം തിളച്ച് വന്നതിന് ശേഷം തെരണ്ടി മീൻ അതിനകത്തേക്ക് ഇട്ടു കേട്ടോ. തെരണ്ടി മീൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ എറണാകുളത്ത് എപ്പോഴും നമുക്ക് മീനിൻ്റെ തൊലിയൊക്കെ അവർ കളഞ്ഞ് തരും. അപ്പോൾ നല്ല സുഖമാണ്, അവർ വെട്ടി വൃത്തിയിൽ നമുക്ക് തരും. അപ്പം നമുക്ക് നന്നാക്കി ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾ താളിക്കൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കരിവേപ്പിലയും മല്ലിയിലയും മാത്രമേ ഇട്ടു. ഇതുപോലൊരു തെരണ്ടി മീൻ കിട്ടണം, ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കും, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള. ഓക്കെ, ബൈ, താങ്ക് യു.